കാര്യം ആൾക്കാരുടെ ചിന്ത അങ്ങനെ തന്നെ വരുള്ളൂ. അതെ, ഇത്രയും നാള് അടുത്തിരുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ഈ പറയുന്ന ഗബ്രി. ഹായ് ഗൈസ്, അപ്പൊ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള മൈക്കിന്റെ ഒരു സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊന്നും വിശദമായിട്ട് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളാണ് എന്നോട് ആദ്യം തന്നെ സോറി പറയുന്നത്. പിന്നെ ചില ക്ലിപ്പും കാര്യങ്ങളും ഞാൻ വെക്കുമ്പോൾ അതിലെന്തായാലും സൗണ്ട് ഉണ്ടാവത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ വന്നെന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിന്റെ ഉപ്പയുടെ ഇന്റർവ്യൂ, ഉമ്മയുടെ ഉപ്പന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് എടുത്തത് വിവി ഹിയർ. അത് എനിക്ക് തോന്നുന്നു ജാസ്മിനെ മാത്രം സപ്പോർട്ട് പറയുന്ന ഒരു ചെറുക്കനാണ്. അത് എനിക്ക് അവർ തമ്മിൽ എന്തോ റിലേറ്റീവും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, കൂടുതൽ അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പൊ ആ ഇന്റർവ്യൂവില്ല നമ്മുടെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മുടെ ജാസ്മിന്റെ അച്ഛനെയൊക്കെ നമുക്കൊക്കെ കാണാം. അതായത് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്ന് ചന്ദ്രമഴ സീരിയൽ ഓർമ്മയുണ്ടോ? പണ്ട് മേജർ ഓപ്പറേഷൻ ചെയ്ത് അമൃതയുടെ സിറ്റുവേഷൻ. ഞാൻ നോക്കുമ്പോൾ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഉന്തുവണ്ടി വരുക, തലയൊക്കെ കെട്ടി നോക്കുമ്പോൾ നിറച്ച് മുടിയൊക്കെ ആയിട്ട് മേജർ ഓപ്പറേഷൻ. അതിനെ വെല്ലുന്ന ഒരു ഐറ്റമാണ് ഇപ്പൊ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ക്ലിപ്പിലോട്ട് പോവാം. 2 ദിവസത്തിന് മുന്നേ ജാസ്മിൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് കൺഫെഷൻ റൂമിൽ നിന്ന് തങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷ്വൽസ് നമ്മളെ കാണിച്ചില്ല, അത്ത വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സംസാരിച്ച് കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ പുറത്തിറങ്ങി ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നു. ഈ പറയുന്ന ഗബ്രിയായിട്ട് അടുത്തിരിക്കാതെ മാറിയിരിക്കുന്നു. അപ്പൊ പുറത്ത് സ്വാഭാവികമായിട്ട് കാണുന്നവർ ചിന്തിക്കും എന്താണ് അവിടെ നടന്നത്, കാര്യം പുറത്ത് ഇൻഫർമേഷൻസ് വിളിച്ച് പറഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ നീ കാണിക്കുന്നത് ശരിയല്ല എന്ന് തന്റെ സ്വന്തം ഉപ്പ ഈ പറയുന്ന ജാസ്മിന്റെ അടുത്ത് പറഞ്ഞോ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? എന്നോട് ഈ എന്റെ മകൾ ഏഷ്യാനെറ്റില് ഈ ബിഗ് ബോസ് ഗെയിമിന് പോകുമ്പോ തന്നെ 18 മത്സരാർത്ഥികളുണ്ട്, 19 പേരുണ്ട്. ഈ 19 പേരുടെയും കുടുംബത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ത് എമർജൻസി പ്രശ്നമുണ്ടെങ്കിലും ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെടാറ്. അങ്ങനെ ഞാൻ ഏഷ്യാനെറ്റിനോട് എനിക്ക് ഒരു വയ്യായിക വന്നപ്പോൾ വിളിച്ചു ചോദിച്ച് എന്റെ മകളുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ അല്ലെ ഒന്ന് സംസാരിക്കാനുള്ള ഇത് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം അതിൽ നിന്ന് തന്നെ എനിക്ക് റിപ്ലൈ വന്നു, പിന്നെ മകളുമായിട്ട് സംസാരിക്കാനുള്ളൊരു ഇത് കിട്ടില്ല, വേണമെങ്കിൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് എനിക്ക് 2-3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് 2 ബ്ലോക്ക് 5+ കഴിഞ്ഞാണ്. അതിന്റെ വേണമെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരാം. പിന്നെ ആൾക്കാർ ചുമ്മാതെ അതായതാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് അറിയാവുന്നവർക്ക് കണ്ടാൽ അറിയാം. ഇത് ഇതാണ് എൻജോപ്ലാസ്റ്റിക് കഴിഞ്ഞ ഇത് ഇതുണ്ടോ, ഇത് 2 ബ്ലോക്കാണ്. ആ 2 ബ്ലോക്കാണ്. ഇതാണ് ഇതിന്റെ ഇതില് എൻജോപ്ലാസ്റ്റ് കഴിഞ്ഞാണ്. ഇതാണ് എന്റെ ബ്ലോക്കിന് ബാക്കി നിൽക്കുന്നത്. ഈ ബ്ലോക്കാണ് ബാക്കി നിൽക്കുന്നത്. ഇത് കണ്ടാൽ അറിയാം, അറിയാവുന്നവർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഇതെന്ന് പറയുന്നത് ഇതിപ്പോ കഴിഞ്ഞ ഡിസംബറിലുള്ളത്. ആ ഇന്റർവ്യൂ എടുത്ത ചെറുക്കനെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നി ഇവരെഴുതി കൊടുത്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നി ഇവൻ തിരിച്ചു ചോദിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അതുപോലെ മട്ടും പാവം, ഇത് തട്ടിക്കൂട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെ ക്യാമറയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഇവൻ ജാസ്മിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ നടക്കുന്ന ഒരുത്തനാ. അവനാണ് ഈ ഇന്റർവ്യൂ എടുക്കുന്നത്. അച്ഛനോട് ചോദിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ചോദിച്ച കാര്യങ്ങൾ. അപ്പം പുള്ളി ഒരു ആർട്ട് പേഷ്യൻ്റ് ആണ്. എങ്ങനെ ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു 19 കണ്ടസ്റ്റന്റിനോടും പറഞ്ഞിട്ടുണ്ട് ഇന്ന പോലാണ്, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചപ്പോൾ ദയ കിടക്കുന്ന ബിഗ് ബോസ് പറഞ്ഞെന്ന് ഇന്ന പോലാണ്, അങ്ങനെയൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല, മറ്റാണ് മറിച്ചാണ്, നിങ്ങൾ കേട്ട് കാണുമല്ലോ. പിന്നെ കൊടുത്തു ഒരു ലോജിക്ക് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്താ സത്യത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. നമുക്ക് അടുത്ത ക്ലിപ്പ് കണ്ടു. ഇതിന്റെ ബാക്കി ഇന്റർവ്യൂ ഒരു 10-28 മിനിറ്റ് ഉണ്ട്. ഞാനൊരു 5-6 മിനിറ്റിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ നിലനിൽപ്പുണ്ട്. അപ്പൊ അവർ പറഞ്ഞത് ബ്ലോക്ക് മരുന്നിനകത്ത് അലിയും, അതല്ല അലിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക, പിന്നെ ചെക്കപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോയതാ. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു വല്ലായ്മ പോലെ എനിക്കിങ്ങനെ വന്നപ്പോ പെട്ടെന്ന് തന്നെ എന്റെ മാമാടെ മകനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ തന്നു. കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഈ ബ്ലോക്ക് ഇച്ചിരി ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ.
ഡോക്ടർ രാജേന്ദ്രനാണ് എൻ്റെ പേര്. ഞാൻ പറഞ്ഞു പുള്ളിയുടെ പേര് ഞാൻ പെട്ടെന്ന് രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണനാണ് എൻ്റെ ഡോക്ടർ, എന്നെ എൻജിയോപ്ലാസ്റ്റി ചെയ്ത ഡോക്ടർ. അപ്പം പുള്ളിയെ കണ്ടപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ പോവാന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പം ഒരു സാങ്കേതിക പ്രശ്നം കാരണം അപ്പൊ ചൊവ്വാഴ്ചത്തേന് ഞാൻ വിളിച്ചു പറഞ്ഞു ചൊവ്വാഴ്ച പോകും. അപ്പൊ ചൊവ്വാഴ്ച പോകുമ്പോൾ കുറെ ചെക്കപ്പുകൾ തന്നിട്ടുണ്ട്. അന്ന് പോയപ്പോൾ കുറെ ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് ചൊവ്വാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ പോകുമ്പോൾ എൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ അവർ പറയും, അതല്ല മരുന്നിൽ കുറച്ച് ആളുകൂടെ നിൽക്കാം, നിന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്ന് ഡോക്ടർ. അത് ഡോക്ടറിന്റെ കാര്യമാണ്. ഡോക്ടർ എന്ത് പറയുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ചിലപ്പോൾ ഡേറ്റ് തരും. ചിലപ്പം ഇത് 70% മുകളിലുണ്ടെങ്കിലേ എൻജിയോപ്ലാസ്റ്റി ചെയ്യത്തുള്ളൂ. 70%, 70% ചെയ്തില്ല, 80% മുകളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എൻജിയോപ്ലാസ്റ്റി ചെയ്യത്തുള്ളൂ. എനിക്കിപ്പോ സ്വാഭാവികമായി ശാരീരികമായി ഒരു അസ്വസ്ഥത വന്നതുകൊണ്ട് നീ എത്ര ശതമാനം ആയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിന് ഇപ്പൊ ഈ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ കണ്ടേ പാവം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത്ര നാളും ചികിത്സിച്ച ഡോക്ടറിന്റെ പേര് പോലും അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. മറവി കാണും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഇന്റർവ്യൂ എടുത്തവൻ്റെ നിങ്ങൾ പേജ് ഒന്ന് എടുത്ത് നോക്ക്, വിവി ഹിയർ എന്നങ്ങാണ്ട, അതിനകത്ത് കൂടുതലും കാണാം. ഇത് മോളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതായിട്ടൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഏഷ്യാനെറ്റിനോട് ചോദിച്ചു, ഏഷ്യാനെറ്റിൽ ഉള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പം ഇങ്ങനെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എൻ്റെ മകളെ. അതായത് എനിക്ക് 2 കുട്ടികളെ ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കുട്ടികളെ അങ്ങനെയാണ് വളർത്തിയതും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ട് പോയി എന്ന് വിചാരിച്ച് എൻ്റെ പാപ്പാടെ ഉമ്മാടെ സ്നേഹം ഇല്ലാതിരിക്കോ പിന്നെ അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ല. എനിക്ക് എൻ്റെ മകളോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞു. എനിക്ക് 2 മിനിറ്റ് സമയം തന്നു, നിങ്ങളുടെ മകളുമായിട്ട് സംസാരിക്കാം. അത് നമ്മൾ പിന്നെ അതെ സീക്രട്ടായിട്ടോ അല്ലെങ്കിൽ സീക്രട്ടിൽ സംസാരിക്കാനൊന്നും അല്ല, അവരുടെ ആ റൂമിൽ വെച്ച് തന്നെ സമയം തന്നേക്കുന്നത്. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പിന്നെ മോളെ എനിക്ക് ഇതേക്ക് ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ വെള്ളിയാഴ്ച ആയിരുന്നു, വെള്ളിയാഴ്ച ആവട്ടെ, വെള്ളിയാഴ്ച പോകുമ്പോ അറിയാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമ്മള് നല്ലോണം ഗെയിം കളിക്കണം. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, നല്ലോണം ഗെയിം കളിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള കാരണം. ഈ ഒരു ബ്ലോക്ക് നിൽക്കുന്നോണ്ടാണ് പെട്ടെന്ന് വരാനുള്ള കാരണം. പിന്നെ എന്റെ മകൾക്ക് ചിന്ത ആയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഇനി മകൾ ഇങ്ങനെ കളിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് കണ്ടോണ്ടാണോ ഉപ്പായിക്ക് ഇങ്ങനെ വന്നത്, അല്ലെ വാപ്പായിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെ, പൊതുവെ കാര്യം ആൾക്കാരുടെ ചിന്ത അങ്ങനെ തന്നെ വരുള്ളൂ. അതെ, ഇത്രയും നാള് അടുത്തിരുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ഈ പറയുന്ന ഗബ്രിയുടെ അടുത്തിരിക്കുന്നു, കയ്യിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, കയ്യിൽ എപ്പോഴും പിടിച്ചോണ്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇപ്പം പെട്ടെന്ന് ഈ ഒരു കോള് വന്നതിന് ശേഷം മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, ക്യാമറയിൽ നോക്കിയിട്ട് പകുതിയും ആ കാര്യം കൺവിൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ബിഗ് ബോസ് 2 മിനിറ്റ് സമയം കൊടുത്തു, ടൈമിംഗ് എന്ന് വെച്ച് കൊടുത്തെന്ന് തോന്നുന്നു. ആ 2 മിനിറ്റ് കൊണ്ട് സംസാരിക്കാനാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാര് അതിനകത്ത് കയറി 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കണ്ട ഇറങ്ങിയത്. അങ്ങനെ കണ്ട അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെയെന്തോ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടപ്പം ഞാനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് സപ്പോർട്ടായിട്ട് സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ എന്തൊക്കെയോ തകരാറ് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. എന്തായാലും ഇത്രയും വലിയ ഷോ അല്ലേ, എന്തെങ്കിലും ഇത് കാണാതിരിക്കത്തില്ല. ആടിനെ പട്ടിയാക്കാനോ പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഏതോ വലിയ മഹാന്മാരൊക്കെ, നമുക്കറിയില്ല എന്താന്ന്. എന്നിട്ട് നമുക്ക് ബാക്കി ക്ലിപ്പും കൂടെ കണ്ടിട്ട് ഇത് ഇവിടെ നിർത്താം. ഇപ്പം പെട്ടെന്ന് ഈ ഒരു കോള് വന്നതിന് ശേഷം മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, ക്യാമറയിൽ നോക്കിയിട്ട് പകുതിയും ആ കാര്യം കൺവിൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ. അല്ലാതെ അത്തയ്ക്ക് സുഖമുണ്ടോ, അത്ത എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ജാസ്മിൻ സംസാരിക്കുന്നില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. അതെ, ഞാന് ഈ എന്റെ മകളോട് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അതിന് ഏത് കാര്യമാണ്, ഇതല്ല ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ വൈകാരിക വന്നപ്പോൾ എന്റെ മകളുടെ മനസ്സിൽ ഇനി എന്റെ കയ്യിൽ നിന്ന് വല്ല തെറ്റും വന്നത് കൊണ്ടാണോ എന്റെ അത്തായിക്ക് ഇങ്ങനെ സംഭവിച്ചത്
എന്നുള്ളൊരു നല്ലൊരു ടെൻഷൻ എൻ്റെ മകൾക്ക് ഉണ്ടാവാൻ വഴിയുണ്ട്. അത് വെച്ചായിരിക്കാം ആ ഒരു 1-2 ദിവസം നല്ലോണം ടെൻഷനിലായിരുന്നു. അത് വെച്ച് ജനങ്ങൾ ഒരുപാട് പേര് മുതലെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സുഖമില്ല എന്നുള്ളൊരു വാർത്ത പുറത്ത് വന്നപ്പോ ഈ വിളിച്ചൊക്കെ കഴിഞ്ഞപ്പോ കുറെ ആൾക്കാരുടെ യൂട്യൂബ് ചാനലുകളിലും പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ഒരു വോയിസ്, അതായത് ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ടായിരുന്നു ഒരു അറേബ്യൻ ബേക്കറിയുടെ അടുത്ത്. അതെ, പെട്ടെന്നൊരു വയ്യായ്മ വന്നപ്പോൾ മകളുടെ മനസ്സിലത് മനസ്സിലായി അതെല്ലാം നെഗറ്റീവായിരുന്നെന്ന്. ഞാനിവിടെ കാണിക്കുന്നതെല്ലാം അതോടെ എടുത്ത തീരുമാനമാവും. അച്ഛനും കൊള്ളാം കേട്ടാ, എവിടെയോ എന്തൊക്കെയോ തകരാറ്, എന്തെങ്കിലും ആട്ടെ, മനുഷ്യനെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് പിടിച്ച് ഒപ്പിയെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. കാരണം അടുത്ത എവിക്ഷനി വന്ന് മോള് വല്ലതും എന്താ പറയണ്ടേ, വല്ല എലിമിനേറ്റ് ആയാലോ എന്നുള്ള പേടിയാന്ന് തോന്നുന്നു. എന്തായാലും ചക്കിക്കൊത്ത ചന്ദ്രനെ തന്നെ പിടിച്ചിരിക്കുന്നത്. കാരണം എന്തായാലും നല്ലൊരു യൂട്യൂബറാണ് ഇപ്പോൾ ഇന്റർവ്യൂ എടുത്തിരുന്നത്. അപ്പോൾ അത് ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരെല്ലാം മുൻകൂട്ടി എല്ലാം പ്ലാൻഡാണ്. കാരണം ഇവൻ ജാസ്മിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ സത്യത്തിൽ. നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന് ഗൈസ്. അപ്പം ഈ ഇന്റർവ്യൂ മൊത്തം ഇരുന്ന് കണ്ടിട്ട് ആരെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്നത്, നിങ്ങൾ അവൻ്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മതി. നല്ല ഏതെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ആ ഇട്ടവൻ ഏതോ വലിയൊരു പുണ്യാത്മാവാണ്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ.